നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ PV അൻവർ ഇന്ന് പാർട്ടിക്ക് പരാതി നൽകും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകാനാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകിയെന്നും പാർട്ടി സംഘടനാ തലത്തിൽ പ്രശ്നം പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെടും. P ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നും പരാതി ഏറെക്കാലമായി CPM-ന് അകത്തുണ്ട്. ഇതേ വികാരമായിരിക്കും PV അൻവർ പാർട്ടിയെ അറിയിക്കുക. അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിക്കും. അതിനിടെ ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. DGP ഷേഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം. കഴിഞ്ഞ ദിവസം PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. DGPയുടെ കീഴിൽ 2 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ഈ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നിരിക്കുമ്പോഴാണ് ആദ്യ യോഗം ചേരുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ സമാനമായ രീതിയിൽ ഈ അൻവറിനെ മുഖ്യമന്ത്രി അകത്ത് ഇടിച്ചൊതുക്കുകയായിരുന്നു നടക്കമുള്ള ട്രോളുകളും നിറയുകയാണ്. കാരണം വലിയ രീതിയിൽ ആ ഒരു ശരീരഭാഷ കണ്ടാൽ തന്നെ മനസ്സിലാവും മുഖ്യമന്ത്രി അകത്തെ അടിച്ചു ഒതുക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാവും. ഇനി മിണ്ടിയാൽ പാർട്ടിക്ക് പുറത്താകുമെന്ന ഭീഷണി ഒരുപക്ഷെ ഈ അൻവറിന് കയറി കൊണ്ടേക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് PV അൻവർ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നുണ്ട്. MV ഗോവിന്ദനുമായി ചർച്ച നടത്തുന്നുണ്ട്. എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാന, അതായത് ഇന്ന് ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം അൻവർ മാധ്യമങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അൻവറിന് കടുത്ത വിലക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് ഇനി മിണ്ടിയാൽ കൂടുതൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണി ഒരുപക്ഷെ അൻവറിന് ലഭിച്ചേക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമാണ്. അൻവർ നൽകുന്ന പരാതിയിന്മേൽ നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.